സാർ, ഇപ്പം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു, അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. എന്നാൽ ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് ട്രംപിന് വെടിയേറ്റു എന്നാണ്. എന്താണ് സാർ വിശദാംശങ്ങൾ? ട്രംപിന് ശനിയാഴ്ച അമേരിക്കൻ സമയം 6:13 വൈകുന്നേരം ആണ് വെടിയേറ്റത്. അദ്ദേഹം പെൻസിൽവാനിയയിലെ ബട്ട്ലർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പ്രസംഗിച്ച് മുമ്പോട്ട് പോയി 6 മിനിറ്റ് ആയപ്പോഴാണ് വെടിയേൽക്കുന്നത്. ഇത് തിങ്കളാഴ്ച മിൽക്ക്വോക്കിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ കൺവെൻഷൻ നടക്കാൻ പോണു. അതിനു മുമ്പുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് റാലി ആയിരുന്നു ഇത്. അദ്ദേഹം ഈ പ്രസംഗിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ കുടിയേറ്റത്തിനെതിരാണല്ലോ അദ്ദേഹം. അതെ, നുഴഞ്ഞുകയറ്റം, മെക്സിക്കൻ അതിർത്തിയൊക്കെ വഴിയുള്ള നുഴഞ്ഞുകയറ്റം. അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് തന്നെ ആ വലിയ മതിലൊക്കെ പണിത് ആ ഭാഗമൊക്കെ അടച്ചതാണ്. അത് സംബന്ധിച്ച നിയമങ്ങളുമൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഇത് പ്രസംഗിച്ച് 6 മിനിറ്റായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കുടിയേറ്റ വിഷയത്തിലേക്ക് കടന്നിട്ട് ഈ നുഴഞ്ഞു കയറ്റത്തിനെ സംബന്ധിച്ച് എത്ര പേര് നുഴഞ്ഞു കയറി, എവിടുന്ന് എങ്ങനെയെന്നുള്ളൊരു പട്ടിക ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ആ ഉയർത്തി കാണിക്കുമ്പോഴാണ് ഈ വെടിയൊച്ച കേട്ടത്. ഈ വലത് ചെവിയുടെ അറ്റം മുറിച്ചുകൊണ്ടാണ് ഈ വെടിയുണ്ട പോയത്. അത് കഴിഞ്ഞ് ധാരാളം ശബ്ദം, ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വലത് ചെവി മുറിച്ചുകൊണ്ട് പുറത്തുപോയ ഉടനെ ട്രംപ് ആ വലത് ചെവി പൊത്തിപ്പിടിച്ചിട്ട് താഴേക്ക് ഇരുന്നു. അപ്പോൾ പല ആളുകളും, സെക്യൂരിറ്റി ഏജൻറ്റുമാർ, 2015 മുതൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഏജൻറ്റുമാരുണ്ട്, സുരക്ഷാ വലയമൊക്കെ ഉണ്ട്. ആ സുരക്ഷാ വലയത്തിലെ ആളുകൾ ഗെറ്റ് ഡൗൺ, ഗെറ്റ് ഡൗൺ, ഗെറ്റ് ഡൗൺ, താഴേക്കിരിക്കൂ, താഴേക്കിരിക്കൂ, താഴേക്കിരിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ താഴേക്ക് ഈ ചെവിയിൽ കൊണ്ടുടനെ ഓ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം താഴേക്ക് ഇരുന്ന ഉടനെ ഈ സുരക്ഷാ രീതികളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഈ അദ്ദേഹത്തിന് മുകളിലേക്ക് കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് പൊതിഞ്ഞു സുരക്ഷാ ഭടന്മാർ. പിന്നെ വെടി വരികയാണെങ്കിൽ സുരക്ഷാ ഭടന്മാർക്കേ കൊള്ളുള്ളൂ. അദ്ദേഹം സേഫാണ്. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞപ്പം മുഖത്ത് മുഴുവൻ ചോര ഇങ്ങനെ വാർന്നിരിക്കുന്നു. അത് ധാരാളം ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ മുഖത്ത് ചോര വാർന്നിരിക്കുന്നത് കാണാം. ഞാൻ ധാരാളം പത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, ABC, NBC, ഇങ്ങനെ സകല ചാനലുകളുടെ ഓൺലൈനും ഒക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് അദ്ദേഹം ഫൈറ്റ്, നമുക്ക് പോരാടാം എന്ന് പറഞ്ഞിട്ട് കൈ ചുരുട്ടി. അതിനുശേഷം എഴുന്നേറ്റ് നിന്നിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ വാഹനത്തിലേക്ക് ആനയിച്ചു. ചികിത്സ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം പോയത്. ഈ വെടിവെച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുരക്ഷാ വലയം ഉണ്ടല്ലോ, അതെ, ഈ റാലി നടക്കുന്ന ആ സുരക്ഷാ വലയത്തിന് പുറത്ത്, സുരക്ഷാ വലയത്തിൻ്റെ പുറത്ത് ഒരു ഷെഡ്, ആ ഷെഡിൽ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവും. ആ സുരക്ഷാ വലയത്തിൻ്റെ പുറത്ത് ഷെഡിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഒരു റിവോൾവർ കൊണ്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഒരു റൈഫിൾ. അത് AR സ്റ്റൈൽ എന്ന് പറയും. അതാണെന്നാണ് വിചാരിക്കുന്നത്. AR സ്റ്റൈൽ, ഈ നീളമുള്ള റിവോൾവർ കൊണ്ടാണ് വെടിവെച്ചിരിക്കുന്നത്. AR സ്റ്റൈൽ റൈഫിളാണ്, റിവോൾവർ അല്ല. AR സ്റ്റൈൽ റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ്, കനം കുറവാണ്, സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണത്. അപ്പോൾ അങ്ങനെ ആണത്
ചെയ്തിരിക്കുന്നത് ഷൂട്ടർ വാസ് ഓൺ എ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തിയ സ്ഥലം എന്നേ അതിന് അർത്ഥമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അയാളൊരു 7-8 വെടിവെച്ചതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മറ്റേ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ കുറച്ച് പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. 2-3 പേർക്കൊക്കെ പരിക്കും പറ്റിയിട്ടുണ്ട്. ഇയാളെ വെടിവെച്ച് കൊന്നു ഉടനെ ഈ അക്രമിയെ സെക്യൂരിറ്റി ഏജന്റുമാർ ഉടനെ വെടിവെച്ച് കൊന്നു. ഈ വേദിയിൽ നിന്ന് മറ്റേ ഇയാൾ ട്രംപ് നിന്ന വേദിയിൽ നിന്നൊരു 200-300 വാര അകലം മാത്രമേ ആ വെടിവെച്ച ആ അക്രമി നിന്ന സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് രാത്രി 8:15 ബൈഡൻ രാജ്യത്തിനെ അഭിസംബോധന ചെയ്തു. ഇത് പൊറപ്പിക്കാൻ വയ്യ, ഇറ്റ് ഈസ് സിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെന്തോ ഒരു രോഗാതുരമായ ആളുകൾ ചെയ്യുന്നതാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. ആദ്യ വെടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം മറ്റേ പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വെടിവെച്ച ആള് സ്നൈപ്പർ, അതായത് ഈ നല്ല അതല്ല, അയാള് ഇതിൽ നല്ല വൈദഗ്ധ്യം, ഈ പണി തന്നെ എടുക്കുന്ന ഒരാളെ പോലെ ആയിരുന്നു അയാളുടെ പെരുമാറ്റം. അപ്പോൾ ട്രംപ് പറഞ്ഞു ഒരു വിസിങ് സൗണ്ട് എന്ന് പറഞ്ഞു. ആ വിസിങ് സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞ് വെടിയൊച്ചകൾ കേട്ടു. ആൻഡ് ദെൻ ബുള്ളറ്റ് റിപ്പിംഗ് ത്രൂ ദ സ്കിൻ ഇങ്ങനെ കീറിക്കൊണ്ട്, തൊലിയെ കീറിക്കൊണ്ട് വെടിയുണ്ട പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സദസ്സിലുണ്ടായിരുന്ന വെടിയേറ്റ ഒരാളെ ചികിത്സിച്ച ഡോക്ടർ ജിം സ്വീറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ ഒരാളുടെ വിവരണം അനുസരിച്ചിട്ട് അദ്ദേഹം ആദ്യം ഇതൊരു പടക്കമാണെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് അവിടെ സദസ്സിലുള്ള ഒരാൾക്ക് വെടിയേറ്റത് കണ്ടിട്ട് ഇദ്ദേഹം ഞാനൊരു ഡോക്ടറാണ്, എമർജൻസി ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ആ ആൾക്ക് ഈ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തു. ആ ആളിന് ബെഞ്ചുകൾക്കിടയിൽ ഈ തല പൊട്ടി തലച്ചോറ് പുറത്തു വന്നിട്ട് കിടക്കുകയായിരുന്നു ആ സദസ്സിലുണ്ടായിരുന്ന ആൾ, ഈ ഡോക്ടറെ ചികിത്സിച്ച ആൾ. അദ്ദേഹം അങ്ങനെ ആ ഭാഗം വിവരിച്ചിട്ടുണ്ട്. വേറെയും ദൃക്സാക്ഷികൾ ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. വെടിവെച്ച ആളും സദസ്സിലുള്ള ഒരാളും കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ആണ് ചെയ്തിരിക്കുന്നത്. ഇനി 15,000 പേരോളം ഈ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വെടിക്ക് ശേഷം ഇത് ഭയങ്കര ഒരു കെയോസ്, എന്താണ്, ഒരു പിടിയില്ലാത്തവണ്ണം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറി ഓടുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ 2015 മുതൽ ഈ ട്രംപിന് ഭീഷണിയുണ്ട്. ആദ്യം ഭടന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ സർക്കാർമാർ ഭടന്മാരെയൊക്കെ കൊടുത്തു. ഈ വെടിവയ്പ് ഉണ്ടായ ഈ സ്ഥലം ബട്ട്ലർ എന്ന് പറഞ്ഞ സ്ഥലം റിപ്പബ്ലിക്കൻസിൻ്റെ ശക്തി കേന്ദ്രം ആണ്. അവിടെ 80,000-ഓളം രജിസ്റ്റർ ചെയ്ത റിപ്പബ്ലിക്കൻസ് ഉണ്ട്. 40,000 ഡെമോക്രാറ്റുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇതിലൊന്നും പെടാത്ത 20,000 പേരും അവിടെ ഉണ്ട്. ഈ ബട്ട്ലർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ പെൻസിൽവാനിയയിൽ, പിറ്റ്സ്ബർഗിൽ നിന്നൊരു 100 കിലോമീറ്ററോ മറ്റോ ഒക്കെ വരുള്ളൂ. അവിടെ 13,000 ആണ് ജനസംഖ്യ ഈ സ്ഥലത്തിന്. അത് വലിയ ദാരിദ്ര്യ നിരക്കുള്ള സ്ഥലമാണ്.
95% വെള്ളക്കാരാണ്. മറ്റുള്ളവർ കുറച്ചേ ഉള്ളൂ ഈ വർഗക്കാർ. അവിടെ ഈ ബിരുദം എന്ന് പറഞ്ഞാൽ വലിയൊരു സാക്ഷരതാ റേറ്റ് എന്നൊന്നും പറയാനില്ല. ബിരുദമുള്ള ആളുകൾ 38%. ദേശീയ ശരാശരി അമേരിക്കയുടെ ഡിഗ്രി ഉള്ളവർ 34%. അവിടുത്തെ ഈ സ്ഥലത്തെ ഇവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് 2.8%. അങ്ങനെയാണ്. വനം, ഒരുപാട് വനപ്രദേശമുണ്ട്, അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ധാരാളം ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ഈ സംശയം ഉള്ളത് ഇടതുപക്ഷത്ത് നിന്നുള്ള ആരെങ്കിലുമാണോ? ഇത് വധശ്രമമാണ്, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. സാർ, ഇപ്പോൾ ഈ വളരെ ദൂരെ നിന്ന് ഒരാൾ ഇങ്ങനെ വെടി ഉതിർക്കണമെങ്കിൽ അയാൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണമൊക്കെ ഇനി തുടർന്ന് വരുമായിരിക്കും അല്ലേ? അല്ല, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എടുക്കേണ്ടവരൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ ഇത് ഇടതുപക്ഷമായിരിക്കാം എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം വലതുപക്ഷ നയങ്ങളുള്ള ആളാണ്. റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ നടത്തിയിരുന്ന ശരിക്കൊരു വ്യവസായി ആണ് ട്രംപ്. അപ്പോൾ ട്രംപ് പിന്നെ കുടിയേറ്റക്കാർക്കെതിരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളാണോ അല്ല അതിനോട് വിരോധമുള്ള ആളുകളാണോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. കാരണം അയാളുടെ പശ്ചാത്തലം നോക്കണം. പിന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ ആ പശ്ചാത്തലമൊക്കെ നമുക്ക് ഉടനെ അറിയാം. സാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ റാലിയാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും? തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ റാലി എന്നല്ല ഞാൻ പറഞ്ഞത്, അതങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. തിങ്കളാഴ്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കൺവെൻഷൻ ഉണ്ട്. കൺവെൻഷന് മുമ്പത്തെ അവസാനത്തെ റാലി. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുമ്പോട്ട് പോകും. മാത്രമല്ല, അദ്ദേഹം ഇനി ഈ തിങ്കളാഴ്ചത്തെ കൺവെൻഷനും ഒക്കെ പങ്കെടുക്കാനാണ് സാധ്യത. കാരണം ഇപ്പോൾ ഒരു വർദ്ധിത വീര്യമുണ്ട്. മുമ്പ് തന്നെ ജയിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ബൈഡൻ്റെ കാര്യം പരിങ്ങലിലാണ്. കാരണം പല സ്ഥലത്തും പറയുന്നുണ്ട് ബൈഡൻ. ഹീ സിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ഇറ്റ് ഈസ് സിക്ക് എന്ന് രാജ്യത്തിനെ പറ്റി പറഞ്ഞു. പക്ഷെ ബൈഡൻ ഈസ് സിക്ക് എന്നാണ് രാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ കുറച്ചുകൂടി അദ്ദേഹത്തിന് ജനപ്രീതി ട്രംപിന് കൂടാൻ സഹായിക്കുള്ളൂ. അതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊന്നും വാർത്ത വന്നില്ല. എന്തായാലും ABC പ്രേക്ഷകരോട് സാർ ഇത്തരം വിവരങ്ങൾ കൂടുതലായിട്ട് വിവരിച്ച് തന്നു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ നൽകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.